സർക്കാർ ഇപ്പോൾ ഭേദഗതീകരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുന്നതിന് നമ്മളോടൊപ്പം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമായ സഹാവ് എസ് രാമേന്ദ്രൻ പിള്ളയാണ്. വളരെ ആദരവോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രഭാഷണത്തിലേക്ക് SRP സ്വാഗതം ചെയ്യുകയാണ്. ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഇന്ത്യയിലെ ഭൂവുടമ ബന്ധങ്ങളെപ്പറ്റിയും ഇന്ത്യയിലെ കാർഷിക പ്രശ്നങ്ങളെപ്പറ്റിയും കാർഷിക മേഖലയെ മൊത്തത്തിൽ തന്നെ വളരെ അവഗാധമായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഹാവ് SRP. ഇന്ന് എത്തിയതിൽ ചിന്താ പബ്ലിഷേഴ്സ് വളരെയധികം സന്തോഷിക്കുന്നു. SRP ആദരവോടുകൂടി ഈ സെമിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സെമിനാർ ഒന്ന് മോഡറേറ്റ് ചെയ്യുന്നത് കാർഷിക സർവകലാശാലയിലെ കാർഷിക ശാസ്ത്രജ്ഞനും ഇപ്പോൾ ഡയറക്ടർ ഓഫ് റിസർച്ചിന്റെ ചുമതലയും കൂടെ വഹിക്കുന്ന ഡോക്ടർ ജിജു പി അലക്സ് ആണ്. ജിജു പി അലക്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇന്നിപ്പോൾ ഈ സൂമിൽ പങ്കെടുക്കുന്ന ആൾക്കാരും അതുപോലെ ഫേസ്ബുക്ക് ലൈവിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ചിന്താ പബ്ലിഷേഴ്സിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് മോഡറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ജിജു പി അലക്സിനെ ക്ഷണിക്കുക. ആദരണീയനായ SRP ശ്രീ സഹാവ് എഡിസൺ, സഹാവ് ശിവകുമാർ, ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമുഖമായി പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന തീക്ഷ്ണമായ ഒരു കർഷക സമരത്തിന്റെ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ മാത്രമായി ഏറ്റെടുത്ത് തുടങ്ങിയ ഒരു സമരം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അതിന് കാരണമായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുമുള്ള കൂടിയാലോചനകളുമില്ലാതെ വളരെ ധൃതിയിൽ പാസാക്കിയെടുത്ത 3 വളരെ പ്രധാനപ്പെട്ട ബില്ലുകളാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഫാമേഴ്സ് പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ബിൽ, ഫാമേഴ്സ് എംപവർമെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എഗ്രിമെന്റ് ഓഫ് പ്രൈസ് അഷുറൻസ് ആൻഡ് ഫാം സോഴ്സസ് ബിൽ, എസൻഷ്യൽ കമ്മോഡിറ്റീസ് അമെൻമെന്റ് ബിൽ എന്നിങ്ങനെ 3 ബില്ലുകൾ ഇന്ത്യയുടെ കാർഷിക രംഗത്ത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലെ കർഷകർ അതിനെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. 17 ദിവസങ്ങൾ കഴിയുകയാണ് ഈ സമരം ആരംഭിച്ചിട്ട്. നാളെ മുതൽ നിരാഹാര സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള പുതിയ സമരപരിപാടികളെ കുറിച്ച് കർഷക നേതാക്കൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൃഷിക്കാർ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും പെട്ട ഒട്ടേറെ വ്യക്തികൾ, വലിയ ജനസമൂഹം ഈ സമരത്തിന് പിന്തുണയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, 1990കളിലെ സാമ്പത്തിക പരിഷ്കരണങ്ങളിൽ കാർഷിക മേഖലയെ വളരെ പ്രത്യക്ഷമായി ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വളരെ കാര്യക്ഷമമെന്ന് പറഞ്ഞു കേട്ടിരുന്ന ഒരു വ്യവസ്ഥയെ അടിമുടി മാറ്റുകയും കാലക്രമേണ ഇല്ലാതാക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് ഈ കേന്ദ്ര സർക്കാർ ചുവട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിവിധ വ്യാപാര കരാറുകൾ, അതുപോലെ തന്നെ പരോക്ഷമായി ഇന്ത്യയിലെ കർഷകനെ ബാധിക്കുന്ന പലതരത്തിലുള്ള നയസമീപനങ്ങൾ ഒക്കെ ഇടക്കാലത്തുണ്ടായിട്ടുണ്ടെങ്കിലും അതിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നേരിട്ട് അവരുടെ രീതികളെയും സമ്പ്രദായങ്ങളെയും ബാധിക്കുന്ന ഒരു വ്യവസ്ഥയെ മാറ്റിമറിക്കുന്ന നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് മാത്രമല്ല, ഒറ്റയടിക്ക് ഒരു 3 സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പാകത്തിൽ ആ നിയമങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ കൃഷിക്കാരന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി ആവിഷ്കരിച്ച APMC നിയമപ്രകാരം പ്രവർത്തിക്കുന്ന നിയന്ത്രിത വിപണികളിലൂടെ കൃഷിക്കാർക്ക് കിട്ടുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന സംവിധാനം അനുക്രമം ഇല്ലാതാക്കുന്നതിനുള്ള പരോക്ഷമായിട്ടുള്ള നീക്കമാണ് ഈ ബില്ല്
എന്നുള്ളത് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. അങ്ങനൊരു സംവിധാനം ഇല്ലാതാവുന്നതോടെ അതിലുള്ള എല്ലാ പോരായ്മകളും നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു സംവിധാനം ഇല്ലാതാവുന്നതോടെ പരിപൂർണമായും കാർഷിക രംഗം, പ്രത്യേകിച്ച് കാർഷിക രംഗത്തെ ഏതാണ്ട് 85-90% വരുന്ന നാമമാത്ര ചെറുകിട കൃഷിക്കാരുടെ ഭാവി അതിഭീഷണമാം വിധത്തിൽ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള സ്വകാര്യ വ്യക്തികളുടെ മാത്രമല്ല വലിയ ബഹിരാഷ്ട്ര കുത്തകളുടെ കടന്നുകയറ്റം ഉണ്ടാകും എന്നുള്ള ഭയം ഇപ്പോ വ്യാപകമായി നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു. അത് അടിസ്ഥാനരഹിതമായ ഒന്നല്ല. കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഇതുപോലെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ളൊരു ഭയം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ പ്രതിരോധിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കാർഷിക രംഗത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പായിട്ടുകൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ സമരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അത് വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അതെന്ത് സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളോടൊപ്പം CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും അഖിലേന്ത്യാ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റുമായ, ദേശീയ വൈസ് പ്രസിഡന്റുമായ സഖാവ് SRP നമ്മളോടൊപ്പം ഉണ്ട്. വളരെ ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയും സമരമുഖത്ത് നിന്ന് ഇതിനെ നയിക്കുകയും സമരം നയിക്കുന്ന വിവിധ പ്രസ്ഥാനങ്ങളോട് സംവദിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് കൂടുതൽ അറിയേണ്ടത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഈ പ്രഭാഷണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം സൂമില് ഇതുമായി ബന്ധപ്പെട്ട് ചേർന്നിരിക്കുന്ന നമ്മുടെ സഖാക്കൾ, അതുപോലെ തന്നെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ഇവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കുന്നതിനും ഹ്രസ്വമായ ചർച്ച നടത്തുന്നതിനുള്ള സമയം കൂടിയുണ്ട്. അതുകൂടിയാണ് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ഈ പരിപാടി ഇന്ന് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട SRP-യെ ഈ പ്രഭാഷണം നടത്തുന്നതിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൊഫസർ ഡോക്ടർ ജിജി PLX, ശിവകുമാർ എഡിസൺ, ചിന്ത പബ്ലിഷേഴ്സ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഓൺലൈൻ പ്രഭാഷണത്തിൽ സംബന്ധിച്ചിരിക്കുന്ന സ്നേഹിതരെ, ഈ പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്ന് കൃഷിക്കാരുടെ സമരം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ പരാമർശിച്ചതുപോലെ പഞ്ചാബിലും ഹരിയാനയിലും പടിഞ്ഞാറൻ UP-യിലും കേന്ദ്രീകരിച്ച സമരം ഇന്നിപ്പോൾ ഇന്ത്യയിലാകെ വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഈ സമരത്തിൽ അണിചേർന്നിരിക്കുന്നു. ഇന്നിപ്പോ ഡൽഹിയിലേക്കുള്ള പ്രധാനപ്പെട്ട ഹൈവേകൾ കൃഷിക്കാർ കൈയടക്കിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾ, ആ നിലയിൽ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾ ഇന്നിപ്പോ ഡൽഹിയെ വളഞ്ഞിരിക്കുകയാണ്. പുതിയ വിഭാഗം ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഈ കഴിഞ്ഞ 18 ദിവസക്കാലത്തിനിടയിൽ 2 അഖിലേന്ത്യാ ഹർത്താലുകൾ നടന്നു. ഒന്ന് കഴിഞ്ഞ നവംബർ 26 നടന്ന ഹർത്താൽ, മറ്റൊന്ന് ഇക്കൊല്ലം, ശബ്ദം കേൾക്കാമല്ലോ, ഇക്കൊല്ലം ഈ മാസം ഡിസംബർ 8 നടന്ന ഹർത്താൽ. ഇന്നിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയാകെ ഈ സമരത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവമായി മാത്രമാണ് ഇത്തരം ഒരു സമരം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കാണുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം 2 പ്രധാനപ്പെട്ട സമരങ്ങൾ നടന്നിരുന്നു. ഒന്ന് 1950-കളിൽ നടന്ന ഭൂപരിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സമരം. നമുക്കൊക്കെ അറിയാം, സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു കൃഷിഭൂമി കൃഷിക്കാരൻ എന്നത്.
എന്നാൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അധികാരത്തിലെത്തിയ ഭരണവർഗങ്ങൾ അത് പ്രാവർത്തികമാക്കുന്നതിന് വിസമ്മതിച്ചു. അതുകൊണ്ട് ഭൂപരിഷ്കാര നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് 1940കളുടെ അവസാനം 50കളിൽ രാജ്യവ്യാപകമായ സമരങ്ങൾ നടന്നിരുന്നു. അതുപോലെ 1970കളിലും 80കളിലും ആദായവില കാർഷികോൽപ്പന്നങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്ത് വലിയ പ്രകടനങ്ങളും സമരങ്ങളും നടന്നു. പിന്നീട് പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന വ്യാപകമായ ശക്തിമത്തായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. പഞ്ചാബിലെ കൃഷിക്കാരൻ്റെ ബെറ്റർമെന്റ് ലെവി അതിനെതിരായി നടത്തിയ സമരം, കേരളത്തിലെ കൃഷിക്കാർ കാർഷിക പരിഷ്കാര നടപടികൾ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം, നടപ്പാക്കാൻ നടത്തിയ സമരം, മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തേതുപോലെ രാജ്യവ്യാപകമായ ഒരു സമരം സ്വാതന്ത്ര്യ പ്രാപ്തിക്കു ശേഷം വളരെ അപൂർവമാണ് എന്നാണ് പറയാനുള്ളത്. അതുപോലെ 2014 മോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. 2019 നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ ഭൂരിപക്ഷം ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. തുടർന്ന് ആ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നടപടികൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് ചില വലിയ സമരങ്ങൾ വളർന്നു വന്നിരുന്നു. പൗരത്വാവകാശ ഭേദഗതി നിയമത്തിനെതിരായി വളർന്നു വന്ന സമരം, ആ സമരം COVID-19 വ്യാപനത്തെ തുടർന്ന് ഗവൺമെന്റ് അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്നിപ്പോൾ COVID-19 വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യയിലെമ്പാടുമുള്ള കൃഷിക്കാർ അവരുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ അണിനിരക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇന്നിപ്പോ ഈ സമരം നടക്കുന്നത് വ്യാപിക്കുന്ന കാർഷിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ്. കാർഷിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ട കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷി അനാദായകരമാണ്. ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവമായ നയസമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൃഷി അനാദായകരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റിന്റെ നയസമീപനങ്ങളുടെ ഫലമായി കാർഷിക ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നു. അതുപോലെ ഗവൺമെന്റിന്റെ നയസമീപനങ്ങളുടെ ഫലമായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിയുന്നു. അതിന്റെ ഫലമായി കൃഷിക്കാരന് ജീവിക്കാനാവുന്നില്ല, വീണ്ടും കൃഷിയിറക്കാൻ കഴിയാതെ വരുന്നു. ഈ ഒരു കടുത്ത പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ കൃഷിക്കാരൻ ആവശ്യപ്പെട്ടത് ന്യായമായ വില കാർഷികോൽപ്പന്നങ്ങൾക്ക് നൽകാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് എടുക്കണം എന്നതാണ്. ഇക്കാര്യം സംബന്ധിച്ച് ഡോക്ടർ MS സ്വാമിനാഥൻ, നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ കാർഷിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ഫാർമേഴ്സ് കമ്മീഷൻ ഒരു ശുപാർശ നടത്തിയിരുന്നു. എല്ലാ ഉൽപാദന ചെലവും കണക്കാക്കി അതിനോടൊപ്പം ഒരു 50% കൂടി കൂട്ടിച്ചേർത്ത് വില നിശ്ചയിക്കണം. ഈ ആവശ്യം ഇന്ത്യയിലെ കൃഷിക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നടപ്പാക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അതുമാത്രമല്ല, വില കിട്ടുന്നത് കൊണ്ട് മാത്രമാവില്ല, കാർഷിക ഉൽപാദനം വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റിന്റെ ഇടപെടൽ വളരെ പ്രധാനമാണ്. ജലസേചന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. വിദ്യുശക്തി സൗകര്യങ്ങൾ വിപുലപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഗവൺമെന്റ് മുതൽ മുടക്കേണ്ടത് ആവശ്യമാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതി കൊണ്ട് മാത്രമേ നമ്മുടെ കാർഷിക ഉൽപാദന വർധനവ് നമുക്ക് നേടാനാവും. എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അതിന്റെ ഫലമായി ഈ കാർഷിക പ്രതിസന്ധി എന്നുള്ളത് ഇന്നിപ്പോൾ കൂടുതൽ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നയസമീപനങ്ങൾ എന്നത് കൃഷിയെയും കൃഷിഭൂമിയെയും കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നമ്മുടെ ഭരണവർഗങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നയസമീപനമാണ്. നമ്മൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കിത് കാണാനാവും. മുതലാളിത്ത വളർച്ചയുടെ കാലഘട്ടത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന കൃഷിക്കാരെ പാപ്പരീകരിക്കുന്നു. എന്നിട്ട് കൃഷിക്കാരുടെ ഭൂമിയും
കൃഷിയും വൻകിടക്കാർ തട്ടിയെടുക്കുന്നു, കോർപ്പറേറ്റുകൾ കൈവശപ്പെടുത്തുന്നു. അതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിയിലാണ് ഇന്നിപ്പോ ഈ 3 നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ പാസാക്കിയ നിയമം ഒന്ന്, കൃഷിക്കാർക്ക് ശാക്തീകരണം, സംരക്ഷണം, വില ഉറപ്പു നൽകലും അതുപോലെ കാർഷിക സേവനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കരാർ നിയമമാണ്. 2020 20-ാം നമ്പർ നിയമം. മറ്റൊന്ന്, കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവും വാണിജ്യവും അതിൻ്റെ പ്രോത്സാഹനവും സൗകര്യമൊരുക്കലും സംബന്ധിച്ചുള്ള നിയമമാണ്. മൂന്നാമത്തത് 1955 പാസാക്കിയ അത്യാവശ്യ സാധന നിയമത്തിൽ വരുത്തിയ ഭേദഗതിയാണ്. ഈ 3 നിയമങ്ങളും ഒന്ന് മറ്റൊന്നിനേക്കാൾ അങ്ങേയറ്റം അപകടകരമായ നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിലെ കൃഷി, കാർഷികോൽപ്പന്നങ്ങൾ ഇവയെല്ലാം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതിനു വേണ്ടി ബോധപൂർവം അടിച്ചേൽപ്പിച്ചിട്ടുള്ള നിയമങ്ങളാണ്. നമുക്ക് വളരെ ചുരുക്കത്തിൽ ഈ ഓരോ നിയമങ്ങളെയും ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇപ്പൊ കർഷകർക്ക് വില ഉറപ്പ് നൽകലും കാർഷിക സേവനങ്ങൾ സംബന്ധിച്ചുള്ള കരാർ നിയമം, അതിനെപ്പറ്റി അവർ പറയുന്നത് ശാക്തീകരണവും സംരക്ഷണവും നൽകാനുള്ള നിയമം എന്നതാണ്. ഫലത്തിൽ എന്താ ചെയ്യുക? ഫലത്തിൽ ഈ ഗവൺമെന്റ് ഇന്നുള്ള ഗവൺമെന്റിന്റെ ചുമതലകളിൽ നിന്ന് പുറകോട്ട് മാറലാണ്. ഇപ്പോ വില ഉറപ്പ് നൽകുക, കാർഷിക സേവനങ്ങൾ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറുന്നതാണ് ആ നിയമമാകെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ചുമതലയാകെ കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വില നൽകാനുള്ള ചുമതല കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നു, സേവനങ്ങൾ നൽകാനുള്ള ചുമതല കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നു. ഈ രംഗത്ത് നിന്നുള്ള ഗവൺമെന്റിന്റെ പിന്മാറ്റമാണ്. ആ നിലയിൽ നിസ്സഹായനായി നിൽക്കുന്ന കൃഷിക്കാരനോട് കോർപ്പറേറ്റുകളുമായി നീ കരാറുണ്ടാക്കിക്കോണം, എങ്കിൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും കിട്ടൂ എന്ന തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഈ നിയമത്തിന്റെ സ്വഭാവമാകെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശാക്തീകരണവും സംരക്ഷണവും എന്നത് കൃഷിക്കാരനെയല്ല, കോർപ്പറേറ്റുകളുടെ ശാക്തീകരണമാണ്, കോർപ്പറേറ്റുകളുടെ സംരക്ഷണമാണ് ഈ നിയമം കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് 23 വിളകളെ സംബന്ധിച്ചിടത്തോളം താങ്ങുവില സമ്പ്രദായം നിലവിലിരിക്കുന്നുണ്ട്. ഒട്ടേറെ പരിമിതികളുണ്ട്. ഞാൻ അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്നിപ്പോൾ ഈ നിയമം പ്രാവർത്തികമാകുന്നതിൻ്റെ ഫലമായി ഈ താങ്ങുവില സമ്പ്രദായം എന്നത് ഇല്ലാതായി മാറും. അതുപോലെ ഇതിൻ്റെ ഫലമായി കൃഷിക്കാർ എന്ന ജനവിഭാഗം നാളെ ഉണ്ടാവില്ല. ഈ കോർപ്പറേറ്റുകളുടെ അടിമകളായി കൃഷിക്കാരാകെ മാറുന്ന സ്ഥിതിയും നമ്മുടെ രാജ്യത്തുണ്ടാവും. ആ നിലയിൽ അങ്ങേയറ്റം അപകടകരമായ ഒരു നിയമമാണ് ഈ കൃഷിക്കാരുടെ ശാക്തീകരണവും സംരക്ഷണവും വില ഉറപ്പു നൽകലും കാർഷിക സേവനങ്ങളെ സംബന്ധിച്ചുള്ള കരാർ നിയമം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം, വാണിജ്യം, പ്രോത്സാഹനം, സൗകര്യമൊരുക്കലും സംബന്ധിച്ചുള്ള നിയമം, ഇതിൻ്റെ ലക്ഷ്യവും ഈ വ്യാപാരവും വാണിജ്യവുമാകെ ബഹിരാഷ്ട്ര കമ്പനികളെ ഏൽപ്പിക്കലാണ്. ഇന്നിപ്പോ നേരത്തെ എൻ്റെ സ്നേഹിതന്മാർ നിങ്ങളോട് പറഞ്ഞു, APMC ആക്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കൃഷിക്കാർക്ക് കുറെ സംരക്ഷണം നൽകുന്ന ഒരു സമ്പ്രദായമാണ്. ഇപ്പൊ കേരളത്തിൽ അത്തരമൊരു നിയമം നിലവിലില്ല, അത്തരമൊരു സംവിധാനവും കേരളത്തിൽ നിലവിലില്ല. പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളിലും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം നൽകുന്നു. ഇന്നിപ്പോ ഈ നിയമം ഇല്ലാതാവുകയാണ്. അതുമാത്രമല്ല, ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നമ്മുടെ കാർഷിക മേഖലയിലേക്ക് കടന്നു വരാനും കാർഷിക മേഖലയാകെ കൈവശപ്പെടുത്താനും അവസരം നൽകുന്നതാണ് ഈ നിയമം. ഇന്നിപ്പോൾ ഇന്ത്യയാകെ ഒരു കമ്പോളം വികസിപ്പിക്കാനുള്ള വ്യവസ്ഥകളും ഈ നിയമത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ താങ്ങുവില സമ്പ്രദായവും ഇതിൻ്റെ ഭാഗമായി തന്നെ നേരത്തെയുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ താങ്ങുവില സമ്പ്രദായം ഇല്ലാതായി. ഈ നിയമത്തിലും താങ്ങുവില സമ്പ്രദായം സംബന്ധിച്ച്
ഇല്ലാതാവുന്നതാണ് അതിൻ്റെ വകുപ്പുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനാവുന്നത്. അതുപോലെ അത്യാവശ്യ സാധനങ്ങളെ സംബന്ധിച്ചുള്ള 1955 നിയമം, അന്ന് 1955 ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു, കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് 1955 എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പാസ്സാക്കാൻ അന്ന് തയ്യാറായത്. ആ ആക്ടിനകത്തും ഒട്ടേറെ പരിമിതികളുണ്ട്. എന്നിരുന്നാലും ശരി, ഒരു അളവോളവും നമ്മുടെ രാജ്യത്തിലെ ഉൽപാദകരെ സംബന്ധിച്ചും ഉപഭോക്താക്കളെ സംബന്ധിച്ചും കുറെ സംരക്ഷ നൽകുമായിരുന്നു. ഇന്ന് ആ സംരക്ഷ ഇന്നിപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഭക്ഷ്യധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, ഭക്ഷ്യയോഗ്യ എണ്ണ, എണ്ണക്കുരുക്കൾ, ഇവയെല്ലാം ഈ അത്യാവശ്യ ഈ അത്യാവശ്യ സാധനങ്ങൾ സംബന്ധിച്ചുള്ള ഈ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഫലമായി ഇന്ത്യയിലാകെ ഈ ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വെക്കാനും അങ്ങനെ സംഭരിച്ചു വെച്ച് അതിൻ്റെ വില വർദ്ധിപ്പിക്കാനും അങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കാനും വൻകിടക്കാരായ കോർപ്പറേറ്റുകൾക്ക് അവസരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം ഭേദഗതി അവർ പാസ്സാക്കിയിരിക്കുന്നത്. ഈ നിയമങ്ങൾ മൂന്നും പരസ്പര ബന്ധിതമാണ്. ഈ പരസ്പര ബന്ധിതമായ ഈ 3 നിയമങ്ങളുടെ ലക്ഷ്യം കൃഷിക്കാരൻ്റെ ഭൂമിയാകെ, കാർഷിക ഉൽപ്പന്നങ്ങളാകെ, കൃഷിയാകെ വൻകിടക്കാർക്ക് തട്ടിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കൃഷിക്കാരെ അടിയാളരാക്കി മാറ്റുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ആ നിലയിൽ വളരെ അപകടകരമായ 3 നിയമങ്ങളാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെതിരായുള്ള പ്രതിഷേധവും രോഷവും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വളർന്നു വരും. ഇന്നിപ്പോൾ ലോകത്തിലെ തന്നെ പല രാജ്യങ്ങളുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ അനുഭവമുണ്ട്. അതുപോലെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പല ദ്വീപസമൂഹങ്ങളുടെയും സ്ഥിതി നമ്മുടെ മുന്നിലുണ്ട്. ഈ പ്രദേശങ്ങളാകെ വൻകിട കോർപ്പറേറ്റുകൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അവരുടെ അടിയാളരായി കർഷക ജനവിഭാഗങ്ങളെ ആകെ മാറ്റിത്തീർന്നിരിക്കുകയാണ്. കർഷക ജനവിഭാഗങ്ങൾ കൊടിയ ചൂഷണത്തിന് വിധേയരാണ്. ഈ രാജ്യങ്ങളിലെല്ലാം ഈ ചൂഷണത്തിനെതിരായിട്ടുള്ള ചെറുതും വലുതുമായ സമരങ്ങൾ ഇന്ന് വളർന്നു വരുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ വരുന്ന ഈ വിപ്ലവപരമായ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഈ കൃഷിക്കാരൻ്റെ പ്രതിഷേധവും രോഷവും നമുക്ക് കാണാനാവും. ഇന്നിപ്പോൾ ഈ നിയമം അടിച്ചേൽപ്പിച്ചത് തന്നെ നമ്മുടെ ഭരണഘടനാ വകുപ്പുകളെ ലംഘിച്ചുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന അതിലെ 246 അനുച്ഛേദമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് അധികാരം ഉള്ള വിഷയങ്ങളുണ്ട്, കേന്ദ്ര ഗവൺമെന്റിന് അധികാരമുള്ള വിഷയങ്ങളുണ്ട്, സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്, സമവൃത്തി വിഷയങ്ങൾ എന്ന തരത്തിൽ. ഇന്നിപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ ഈ 3 നിയമങ്ങൾ പരിശോധിച്ചാൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുള്ള കടന്നുകയറ്റം നമുക്ക് കാണാനാവും. ഈ പാസാക്കിയ 3 നിയമം പരാമർശിക്കുന്ന വിഷയങ്ങൾ ഒരു വലിയ പങ്ക് സംസ്ഥാനങ്ങൾക്ക് മാത്രം അധികാരമുള്ള വിഷയങ്ങളാണ്. മറ്റൊന്ന് സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് കൈകാര്യം ചെയ്യേണ്ട സമവർത്തി ലിസ്റ്റിലെ വിഷയങ്ങളാണ്. ഇവ കേന്ദ്ര ഗവൺമെന്റ് ഇവ സംബന്ധിച്ചുള്ള നിയമം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ആ നിലയിൽ ഭരണഘടനാ ലംഘനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. പിന്നീട് ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായി ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. സംസ്ഥാനങ്ങളുമായി ചർച്ച നടന്നില്ലെന്ന് മാത്രമല്ല, പാർലമെന്റിൽ ചർച്ച നടന്നില്ല എന്നതാണ്. പാർലമെന്ററി നടപടിച്ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ഈ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം നിയമങ്ങൾ ഇത് സെലക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിഷയമാക്കാറുണ്ട്. സെലക്ട് കമ്മിറ്റികൾ തെളിവെടുക്കും, സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തും, ഇത് വരുത്തുന്ന പ്രത്യാഘാതങ്ങളെ പറ്റി പരിശോധിക്കും. കാരണം നമ്മുടെ രാജ്യത്തിലെ കാർഷിക രംഗത്തെ സ്ഥിതി
ഓരോ സംസ്ഥാനവും ഓരോ സ്വഭാവത്തിലാണ്. സംസ്ഥാനങ്ങൾ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളുണ്ട്. ഈ വൈവിധ്യങ്ങളാകെ പരിഗണിച്ച് മാത്രമേ നമുക്ക് ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാനാവൂ. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക മേഖലയിലെ ഈ വൈവിധ്യങ്ങളെ സംബന്ധിച്ച ഒരു പരിശോധനയും ഈ നിയമം പാസ്സാക്കുന്ന സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ്. അത് പാർലമെന്റിൽ അവതരിപ്പിച്ചു, വിശദമായ ചർച്ചയ്ക്ക് പോലും അവസരം കൊടുത്തില്ല. അതുമാത്രമല്ല, സാധാരണ ഏത് നിയമവും അത് വോട്ടിനിട്ടാണ് പാസ്സാക്കേണ്ടത്. വോട്ടിനിടണം എന്ന ആവശ്യം ഉന്നയിച്ച MP-മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പാസ്സാക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ നിലയിൽ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ്, എല്ലാ പാർലമെന്ററി മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ്, എല്ലാ ഭരണഘടനാ മര്യാദകളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ നിയമം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് എന്നതാണ്. ഇന്നിപ്പോ ഈ COVID-19 വ്യാപനം, അതുപോലെ അതിനെ തടയാനെടുത്തിരിക്കുന്ന നടപടികൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പരിഹാരം കാണുന്നതിനുള്ള ഉത്തേജക പദ്ധതികൾ എന്ന പദ്ധതികളുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മേഖലകളിലും നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അവരുടെ ശ്രമം. അതിന്റെ ഭാഗമായി തന്നെയാണ് കാർഷിക മേഖലയിൽ ഈ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഈ 3 നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് കൊടുക്കലാണ് ഇതിന്റെ ലക്ഷ്യം. അംബാനിയും അദാനിയും, അത് അവർ മാത്രമല്ല, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ മാത്രമല്ല, ഈ നിയമങ്ങളുടെ തണലിൽ സാർവദേശീയ ഭീമന്മാർ, കോർപ്പറേറ്റുകൾ കടന്നു വരാനും ഇവയാകെ കൈവശപ്പെടുത്താനും അവസരം ലഭിക്കുന്നു എന്നതാണ്. ഒരു പരിരക്ഷയും നമ്മുടെ രാജ്യത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമത്തിനകത്ത് പരാമർശിക്കുന്നില്ല എന്നതാണ്. എല്ലാം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതാണ്. വിലയും സേവനങ്ങളും ഒക്കെ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്ന രീതിയിലാണ് ഇതാകെ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയസമീപനാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കൃഷിക്കാരെ രക്ഷിക്കുന്ന നടപടികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾക്ക് ഇന്ന് വ്യത്യസ്തമായ ബദൽ നയസമീപനങ്ങൾ നടപ്പിലാക്കാനാണ് ഈ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ങുവില കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായി ഈ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നെല്ലിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്ങുവില നമ്മൾ പരിശോധിച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതിൻ്റെ ഏതാണ്ട് ഒരു 50% കൂടി വില കൂടുതൽ നൽകാനാണ് സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് 1 കിലോഗ്രാം നെല്ലിന് 18 രൂപ 63 പൈസയാണ് നൽകുന്നതെങ്കിൽ കേരളം 27 രൂപ 48 പൈസയാണ്. ആ നിലയിൽ 50% കൂടുതൽ നൽകുന്നു എന്നതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. നെല്ലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ പച്ചക്കറിയുടെ കാര്യത്തിൽ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനം പച്ചക്കറികൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് കൃഷിക്കാരെ സംരക്ഷിക്കാൻ നടപടികളുമായി മുമ്പോട്ട് വരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിലെ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത തരത്തിൽ കേരളത്തിൽ കൃഷിക്കാരന് റോയൽറ്റി നൽകാൻ, ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ നടപടികൾ ഈ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. കൃഷിക്കാരനെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ക്ഷേമ പെൻഷൻ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പൊ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ള ഈ കാർഷിക ഉൽപ്പന്നങ്ങളാകെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദ്ധതി പടിപടിയായി നടപ്പാക്കുന്നതിന് ഈ ഗവൺമെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഈ ഗവൺമെന്റ് അതിൻ്റെ കൈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗം വളരെ പ്രധാനമാണ്. ഉൽപാദനക്ഷമതയും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ആ നിലയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തും കൂടുതൽ മുതൽ മുടക്കാനും അവിടുത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷിക ഉൽപാദന വർധനവ് കൈവരിക്കുന്നതിനാവശ്യമായ നടപടികളും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നു എന്നതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല.
കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി. കേന്ദ്ര ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾ നാം കണ്ടു, എല്ലാം കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതാണ്. മറിച്ച് ജനങ്ങളെ ശാക്തീകരിച്ച് ജനങ്ങൾക്ക് സഹായം നൽകി ജനങ്ങളുടെ ഇടപെടലുകളിലൂടെ ഈ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമീപനമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇന്നിപ്പോ സമരം കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രദേശത്ത് നിന്ന് കൃഷിക്കാർ ഡൽഹിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. കൃഷിക്കാർ മാത്രമല്ല, കാരണം ഈ വിഷയങ്ങൾ കൃഷിക്കാരെ മാത്രം ബാധിക്കുന്നതല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. ആ നിലയിൽ വിവിധ ജനവിഭാഗങ്ങൾ ഈ കൃഷിക്കാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. തൊഴിലാളികളുടെ പിന്തുണ വന്നിട്ടുണ്ട്, ഇടത്തരം ജീവനക്കാരുടെ പിന്തുണ വന്നിട്ടുണ്ട്, വിദ്യാർത്ഥികളുടെ പിന്തുണ ഉണ്ടായി വരുന്നുണ്ട്, യുവജനങ്ങളുടെ പിന്തുണയുണ്ട്, സ്ത്രീകൾ അവർ കൂട്ടം കൂട്ടമായി ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തിൽ അണിചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ ഒരു കർഷക സമരം എന്നതിൽ നിന്ന് ഒരു ജനകീയ സമരം എന്ന തരത്തിലേക്ക് ഈ സമരം ശക്തിപ്പെടുകയും വ്യാപിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആ നിലയിൽ മാത്രമേ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനവിരുദ്ധമായ ഈ നയസമീപനങ്ങൾ നമുക്ക് തിരുത്താനാവൂ. ആ നിലയിൽ ജനവിരുദ്ധമായ ഈ നയസമീപനങ്ങൾ തിരുത്തുന്നതിനുള്ള വളരെ ശക്തിമത്തായ സമരം വരുംകാല ദിവസങ്ങളിൽ ഉണ്ടാവും എന്നതാണ് ഇന്നിപ്പോ ഇന്ത്യയിലാകെ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിനാണ് BJPയുടെ ശ്രമം. അങ്ങനെ രാഷ്ട്രീയമായി നേരിടാനാവാത്തതാണ് എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും, രാഷ്ട്രീയമില്ലാത്തവരും, കൃഷിക്കാരും മറ്റെല്ലാ ജനവിഭാഗങ്ങളും ഇന്നിപ്പോ ഒരുമിച്ച് അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുമിച്ച് അണിനിരന്ന് നമുക്ക് ഈ ഗവൺമെന്റിന്റെ നയസമീപനങ്ങൾ നമുക്ക് തിരുത്താനാവണം. അതുമാത്രമാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ സെമിനാറിന്റെ ആമുഖ പ്രഭാഷണം അവസാനിച്ചിരിക്കുകയാണ്. വളരെ സമഗ്രമായി ഈ നിയമങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് SRP ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സമ്പദ് രംഗത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന്റെ കൂടെയാണ് ഈ നിയമങ്ങൾക്ക് ബാധകമായിട്ടുള്ള ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കപ്പെട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം വളരെ വേഗത്തിലാണ് അത് നിയമമാക്കി മാറ്റുകയും ചെയ്തത്. അന്ന് നമ്മോട് പറഞ്ഞിരുന്നത് കോവിഡ് ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിതരണ ശൃംഖലയിൽ, സപ്ലൈ ചെയിനിൽ ഉണ്ടായിട്ടുള്ള വിഘാതങ്ങൾ, പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതിന് ഒരു വലിയ മാർഗമായി തീരും എന്ന നിലയിലാണ് ആദ്യം ഇത് അവതരിപ്പിക്കപ്പെട്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ വേഗതയിലുള്ള നിയമനിർമ്മാണവും അതിന്റെ നിർവഹണവും വളരെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. കർഷകൻ, പ്രത്യേകിച്ച് ചെറുകിട നാമമാത്ര കർഷകർക്ക് ലോകം മുഴുവനുള്ള വിപണി തുറന്നു കൊടുക്കുന്നതിന് ഇത് ഉതകും എന്ന വിധത്തിലാണ് ഇപ്പോൾ പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 3 നിയമങ്ങളും നടപ്പാക്കുന്നതോടെ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എങ്ങനെ അന്തിമമായി കൈകാര്യം ചെയ്യപ്പെടും എന്നുള്ളത് സംബന്ധിച്ച ചർച്ചകൾക്ക് ആരും മറുപടി നൽകുന്നതായിട്ട് കാണുന്നില്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന പരിമിതമാണെങ്കിലുമുള്ള കൃഷിക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സംവിധാനം എങ്ങനെ പരിരക്ഷിക്കപ്പെടും എന്നുള്ളത് സംബന്ധിച്ചും ഒരു ഉറപ്പും നൽകുന്നതായി കാണുന്നില്ല. കോൺട്രാക്ട് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് അത് ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും ഈ നിയമത്തിൽ കാതലായിട്ടുള്ള അവരുടെ സവിശേഷ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താമെന്നിരിക്കെ ഒരു ഏകശിലാരൂപമുള്ള ദേശീയ വ്യാപകമായി ഒരു നിയമം കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ള ചോദ്യത്തിനും മറുപടിയില്ല. എങ്ങനെയാണ് കൃഷിക്കാരുടെ പരാതി പരിഹാരം
നടത്തുക എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള മറുപടികളില്ല. ഇത്തരം ചോദ്യങ്ങളാണ് കൃഷിക്കാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് APMC പോലെയുള്ള സുസംഘടിതമായിട്ടുള്ള ഒരു സംവിധാനത്തിന് ബദൽ മാർഗങ്ങൾ ഉണ്ടാവുക, പരിമിതമായിട്ടെങ്കിലും കിട്ടുന്ന പരിരക്ഷ എങ്ങനെയാണ് ലഭിക്കുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ 17 ദിവസങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ കുറിച്ചും ആ സമരത്തിന്റെ ഗതിയെക്കുറിച്ചും അതിനാധാരമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചും SRP വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഹ്രസ്വമായി ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഇവിടെ പങ്കെടുക്കുന്ന മറ്റ് സൂമിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ SRPയോട് കൂടുതൽ വിശദീകരണം ചോദിക്കുന്നതിനുള്ള അവസരമാണ്. ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിക്കുന്നില്ല. താല്പര്യമുള്ളവർ മുന്നോട്ട് വന്ന് ഈ ചർച്ചയിൽ സക്രിയമായി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട SRPയുടെ ഒരു വിശദീകരണം എന്ന രീതിയിൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ നല്ല രീതിയിൽ കേന്ദ്ര നയങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ മുഹൂർത്തമാണ്. മറ്റു പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ജെർമി കോർബിൻ UK-യിലും അതോടൊപ്പം തന്നെ ബെർണി സാൻഡേഴ്സ് US-ലുമൊക്കെ നിലവിലുള്ള പൊതുജനാരോഗ്യം അടക്കമുള്ള നയങ്ങളെ വിമർശിക്കുമ്പോൾ തന്നെ എന്താണ് കൃത്യമായ ഒരു ബദൽ എന്നൊരു നിർദ്ദേശം കൂടി ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ ദേശീയ തലത്തിലുള്ള ബദൽ എന്താണ് എന്നുള്ളത് ഒരു ശക്തമായ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതല്ലേ? ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ബദൽ നയങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന രീതിയിൽ എന്താണ് ഇടതുപക്ഷ ബദൽ എന്നൊരു ചർച്ച ശക്തമായി ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് വെക്കാനുള്ള ഒരു നിർദ്ദേശം. ഓരോന്നിനുമായിട്ട് മറുപടി പറഞ്ഞു പോവാം എന്ന് തോന്നുന്നു. അതെയോ? അതായിരിക്കും. തീർച്ചയായും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ബദൽ ഉയർത്തുന്നതിനു വേണ്ടിയിട്ടാണ് കർഷക പ്രസ്ഥാനം ഇന്നിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആദായവില നൽകുക എന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആ ആദായവില ഉൽപാദന ചെലവും അതിനോടൊപ്പം ഒരു 50% കൂടി കണക്കാക്കി വില നിശ്ചയിക്കണമെന്നതാണ് ഒരാവശ്യം. മറ്റൊരാവശ്യം ഉൽപാദനക്ഷമതയും ഉൽപാദനവും വർദ്ധിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഈ ഉൽപാദനക്ഷമതയും ഉൽപാദനവും വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നതാണ്. ഗവൺമെന്റ് ഈ രംഗത്ത് നിന്ന് പുറകോട്ട് മാറുകയല്ല വേണ്ടത്. ഈ രംഗത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവണം. പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലമാക്കുന്നതിലുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം, അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഗവൺമെന്റ് ഇടപെടണം. അങ്ങനെ ഇടപെട്ട് ഉൽപാദനക്ഷമതയും ഉൽപാദനവും വർദ്ധിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് മാത്രമേ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കൃഷി ആദായകരമാക്കാനാവൂ. അങ്ങനെ കൃഷി ആദായകരമാക്കുന്നതിനാവശ്യമായ സാമൂഹ്യ ഇടപെടൽ, ഗവൺമെന്റിന്റെ ഇടപെടലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോ ഈ 3 നിയമത്തിന്റെ ലക്ഷ്യം എന്താ? ഈ 3 നിയമത്തിന്റെ ലക്ഷ്യം ഇന്നുള്ള പരിമിതമായ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം അടക്കം ഉപേക്ഷിച്ചിരിക്കുകയാണ്. വില നൽകലും സേവനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യവും ഇനിമേലാൽ ഗവൺമെന്റിനെ നോക്കിയിട്ട് കാര്യമില്ല. അതിന് കോർപ്പറേറ്റുകളെ നോക്കിക്കോണം. അതിന് നീ കോർപ്പറേറ്റുകളുമായി കരാറിൽ ഏർപ്പെട്ട് കൊള്ളണം എന്ന് കൃഷിക്കാരോട് സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഈ നിയമം. തീർച്ചയായും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളടക്കം ജനങ്ങളുടെ മുമ്പിൽ, കൃഷിക്കാരന്റെ മുമ്പിൽ ഉയർത്തി അതിനനുകൂലമായി കൃഷിക്കാരന്റെ വികാരം വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, മലപ്പുറത്തുനിന്നാണ്. കേൾക്കാലോ സാർ? ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു സംശയമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഇതിനകത്ത് സമരത്തിൽ പങ്കെടുക്കുന്ന കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില വിട്ടുവീഴ്ചകളാവാം എന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ
കർഷക സംഘടനകളുടെ മൊത്തത്തിലുള്ള ആവശ്യം ഈ 3 നിയമങ്ങളും നിരുപാധികം പിൻവലിക്കണം, എന്നിട്ടാകാൻ ചർച്ച എന്നുള്ള രൂപത്തിലേക്കാണ്. അത്തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാരും വഴങ്ങുന്നില്ല. നിയമം യാതൊരു വിധത്തിലും പിൻവലിക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കർഷകര് വലിയ രൂപത്തിലേക്ക് സംഘടനകൾ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്, അതുപോലെ തന്നെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് എന്ന് അങ്ങ് സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന രീതി ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, ഇപ്പൊ തന്നെ പല കേരളം ഉൾപ്പെടെയുള്ള പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ നിയമത്തെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഏറ്റുമുട്ടല് ഇതിപ്പോ നേരിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണ്. കർഷകർ ഒരു ഭാഗത്ത് ഒരു തരത്തിലും അവരും പിന്തിരിയുന്നില്ല, കേന്ദ്ര സർക്കാരും പിന്തിരിയുന്നില്ല. ഇപ്പൊ അർദ്ധ സൈനികരെയും ഒക്കെ വിന്യസിപ്പിച്ചുകൊണ്ട് സമരത്തെ വലിയ രൂപത്തിലേക്ക് നേരിടുന്നതിനും, അതുപോലെ തന്നെ ഈ സംഘടനകൾ ഉള്ളിലുള്ള കർഷകരുടെ വിവിധ ഗ്രൂപ്പുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് സമരത്തെ ഒന്ന് നിർവീര്യമാക്കുന്നതിനുള്ള ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഈ ഇതിൽ അനിവാര്യമാകില്ലേ? അല്ലേ ഒരു കരണീയമായിട്ടുള്ള ഈ ഒരു നിയമത്തെ അല്ലെങ്കിൽ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം വരണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മേലിൽ സുപ്രീം കോടതി തീരുമാനം ഉണ്ടാവുകയല്ലേ കുറച്ചും കൂടി നന്നായി വരിക എന്നുള്ളതാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ അതിന് ഉതകുന്ന രൂപത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്യുന്ന ഒരു നടപടികളിലേക്ക് ഈ കർഷക സംഘടനകൾ ഈ സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ പോകേണ്ടതില്ലേ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അറിയാനുള്ളത്. ഇന്നിപ്പോ ഇക്കാര്യത്തിൽ ഗവൺമെന്റ് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് കൃഷിക്കാരന്റെ താല്പര്യം പരിരക്ഷിക്കുന്നതിന് ഉപകരിക്കുന്നതല്ല. അവിടെയും ഇവിടെയും ചില സൗജന്യങ്ങൾ അനുവദിച്ചു എന്ന് വരുത്തി തീർക്കൽ മാത്രമാണ്. ഈ കൃഷിക്കാരൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന കൃഷിയും കാർഷികോൽപ്പന്നങ്ങളും കോർപ്പറേറ്റുകൾ കൈവശപ്പെടുത്തുക എന്ന അപകടത്തിൽ നിന്നും കൃഷിക്കാരനെ രക്ഷിക്കുന്നതിന് ഉപകരിക്കുന്ന ഒരു നിർദ്ദേശവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് കർഷക സംഘടനകൾ ഈ ഗവൺമെന്റിന്റെ നിർദ്ദേശം കൊണ്ട് തൃപ്തരാകാതെ ഈ നിയമം പിൻവലിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് സ്നേഹിതൻ ചോദിച്ചത് സുപ്രീം കോടതിയെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വിട്ടുകൂടെ എന്നതാണ്. ഇന്നിപ്പോ ഇന്ന് സുപ്രീം കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ഈ അടുത്ത കാലത്ത് നമ്മുടെ ചില അനുഭവങ്ങൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ജമ്മു കാശ്മീർ സംസ്ഥാനം ഇല്ലാതായി. അത് സംബന്ധിച്ചുള്ള ഭരണഘടനാ ഭേദഗതിയും നിയമങ്ങളുമൊക്കെ നടപ്പാക്കിയത് ഈ കാർഷിക നിയമം നടപ്പാക്കിയ രീതിയിലായിരുന്നു പാർലമെന്റ്. അത് സംബന്ധിച്ചുള്ള റിട്ട് പെറ്റീഷൻ വിവിധ സംഘടനകൾ സുപ്രീം കോടതിയുടെ മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതുവരെ സുപ്രീം കോടതി അത് തുറന്നു നോക്കിയിട്ടില്ല. അതിന്റെ പുറത്ത് സുപ്രീം കോടതി ഇരിക്കുകയാണ്. അതുമാത്രമല്ല, അതിന്റെ ഭാഗമായി നിരവധി രാഷ്ട്രീയ പ്രവർത്തകരെ ജമ്മു കാശ്മീരിൽ തടങ്കലിലാക്കി. ആ തടങ്കലിലാക്കിയ ആളുകളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കാൻ പല ആളുകളും മുമ്പോട്ട് വന്നു. ആ ഹേബിയസ് കോർപ്പസ് ഹർജികൾ പോലും പരിഗണിക്കുന്നതിൽ നിന്ന് സുപ്രീം കോടതി മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ഹേബിയസ് കോർപ്പസ് എൻ്റെ ലക്ഷ്യം തന്നെ ആരെയാണോ തടങ്കലിലാക്കിയത് ആ തടങ്കലിലാക്കിയ ആളിനെ മുമ്പോട്ട് കൊണ്ടുവരണം എന്നതാണ്, മോചിപ്പിച്ചു കൊണ്ടുവരണം എന്നതാണ്. അതിനു പകരം സുപ്രീം കോടതി ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി കൊടുത്ത ഇത് ഹേബിയസ് കോർപ്പസ് ഹർജി അദ്ദേഹത്തിന് വേണമെങ്കിൽ പോയി തടങ്കലിലുള്ളയാളെ കാണാമെന്ന തരത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി. അതുപോലെ അയോധ്യ കേസിലെ വിധിയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതിന് പകരം ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന സമ്പ്രദായമാണ് ദൗർഭാഗ്യകരമായി അന്നുണ്ടായത്. ആ നിലയിൽ ഇത് സുപ്രീം കോടതിയെ വിട്ടുകൊടുക്കുന്നതിന് ഇന്നിപ്പോ കൃഷിക്കാരൻ ഇഷ്ടപ്പെടുന്നില്ല.
ഇത് സുപ്രീം കോടതിയുടെ ഈ അടുത്ത കാലത്തെ പ്രവർത്തനങ്ങളെ പരിശോധിച്ചാൽ കൃഷിക്കാരന്റെ താല്പര്യം പരിരക്ഷിക്കപ്പെടും എന്ന വിശ്വാസം കൃഷിക്കാരന് ഉണ്ടാവുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഇത് സുപ്രീം കോടതിയെ ആശ്രയിച്ചിട്ട് ഇത് പരിഹരിക്കാനാവാത്തതാണ്. ജനങ്ങളുടെ ശക്തി കൊണ്ട് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനുള്ള പരിശ്രമമാണ്. മറ്റു ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു ചോദ്യമുള്ളത്, ഇതിലിപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഈ നിയമം പാസ്സാക്കി എടുക്കുന്നതിനൊക്കെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കർഷക നിയമങ്ങളിൽ മാത്രമല്ല, ഇപ്പൊ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നപ്പോഴും സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ നിയമം കൊണ്ടുവരും എന്ന രീതിയിലൊരു അമിതാധികാര പ്രവണത ഈ സർക്കാരിന്റെ ഒരു വർഗ സ്വഭാവമായിട്ട് വരുന്നുണ്ട്. അതിന് നമ്മൾ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു സ്വഭാവത്തെ കൂടെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ തുറന്നു കാണിക്കുന്നതിനുള്ള ഒരു പ്രചാരണം കൂടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതില്ലേ എന്നുള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, എന്താ വ്യാവസായിക മേഖലയിൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ നാടിന്റെ പ്രകൃതി സമ്പത്താകെ കോർപ്പറേറ്റുകൾക്ക് പതിച്ചു കൊടുക്കുന്നതിനാവശ്യമായ പുതിയ സമ്പ്രദായമടക്കം ഈ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. ആ നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സംശയവുമില്ല, വളരെ അപകടകരമായ നയസമീപനങ്ങളാണ് ഈ ഗവൺമെന്റ് നടപ്പാക്കാൻ ഇന്നിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവരുടെ ദാർശനിക സമീപനം, ഈ BJPയുടെയും RSSന്റെയും ദാർശനിക സമീപനം അടിച്ചേൽപ്പിക്കാൻ വിദ്യാഭ്യാസ രംഗമാകെ അവര് ദുരുപയോഗപ്പെടുത്താൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രം പഠിക്കാൻ ഒരു പുതിയ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. 12,000 കൊല്ലക്കാലത്തെ സാംസ്കാരിക ചരിത്രത്തെ തിരുത്താനാണ്. ഈ നിലയിൽ വിവിധ മേഖലകളിൽ അറുപിന്തിരിപ്പനായ ജനവിരുദ്ധമായ നടപടികൾ ഇവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം എതിരായിട്ടുള്ള പ്രതിഷേധവും രോഷവും വളർന്നു വരുന്നു. ഇന്നിപ്പോ ഈ സമരത്തിൽ മുഖ്യമായി ഈ വിഷയം മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. മറ്റ് വിവിധ മേഖലകളിലെ സമരങ്ങൾ നമ്മുടെ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായും ഈ വിഷയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ജനങ്ങളെ അണിനിരത്താൻ ശ്രമിക്കണം. ഇന്നിപ്പോ ഈ സമരത്തിൽ കൃഷിക്കാരാകെ ഒരുമിച്ച് ചേർന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ 3 നിയമങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകണം എന്നതാണ്. ഞാൻ സുഹൃത്ത് തിരുവനന്തപുരത്ത് നിന്ന്. ഒരു നിയമ വിദ്യാർത്ഥിയാണ്. അപ്പൊ ആ നിലയിൽ ഞാനൊരു 1-2 കാര്യം അങ്ങനെ പരിഗണനയ്ക്കും അഭിപ്രായത്തിനുമായിട്ട് ഉന്നയിക്കണം. അപ്പൊ ഇന്നിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, 17-ാം തീയതി ഒരു കർഷക സംഘടനകൾ ഈ സമരത്തിന്റെ രീതി സംസ്ഥാനങ്ങളിലേക്ക് കഴിയുന്ന ഈ സമരത്തിന്റെ സ്വഭാവം ശക്തിപ്പെടുത്താനുമുള്ള തീരുമാനത്തിലേക്ക് കഴിഞ്ഞ 2-3 ഘട്ടങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഘട്ടത്തിലും ജമ്മു കാശ്മീരിലെ ഭേദഗതി അങ്ങ് സൂചിപ്പിമാതിരി വന്ന സന്ദർഭത്തിലും ഒക്കെ കണ്ടതുപോലെ സമരത്തിന്റെ സ്വഭാവം മറ്റൊരു രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നതിനുമുള്ള വളരെ ബോധപൂർവമായ പരിശ്രമം ദേശീയ ഗവൺമെന്റ് സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തവും കേന്ദ്രീകൃതവുമായി അവർ പ്രക്രിയയിലേക്ക് നീങ്ങുകയാണ്. ഒപ്പം സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സമീപനം വരും. ഇത് പുതിയ ഒരു അവസ്ഥയിലേക്ക് ഈ സമരത്തിനെ രൂപപ്പെടുത്തുകയോ പരിണമിപ്പിക്കുകയോ ചെയ്യുകയല്ലേ? അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ സമരത്തിന്റെ സ്വഭാവത്തെ നമ്മൾ കൃത്യതയോടെ നയിക്കുന്നതിന് തരത്തിലുള്ള ആലോചന അല്ലെങ്കിൽ പിന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു അടിയന്തരാവസ്ഥയുടെ സാഹചര്യം തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. മാറിയ ഒരു പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പല അഭിപ്രായ രൂപീകരണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സൂചിപ്പിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഇതിനെ കൊണ്ടുപോകാൻ സാധ്യത പോലും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ എന്നുള്ളതാണ് ഞാൻ
വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ്. അപ്പൊ ഒന്നാമത്തെ സംശയം അതാണ്, ആ രീതി. അങ്ങ് വളരെ കൃത്യമായിട്ട് ഈ സുപ്രീം കോടതിയുടെ നിലപാടിനെ സൂചിപ്പിച്ചു. നേരത്തെ ചോദിച്ചതിന് മറുപടി വളരെ കൃത്യമായി പറയുകയും ചെയ്തു. നമുക്ക് എങ്ങനെയാണ് ഈ കോടതി വിശ്വസിക്കാൻ കഴിയുക ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഇത്തരം സമരങ്ങൾ കോടതി വിധി പ്രസ്താവങ്ങളിലൂടെ പരിഹരിച്ചെടുക്കാം എന്ന നമ്മുടെ മൗഢ്യം തന്നെ നമുക്ക് തിരുത്തേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ. കോടതി ഏത് സ്വഭാവത്തോടെ ഉള്ളതാണെന്ന് വളരെ പ്രകടമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അത്തരം താല്പര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇവിടെ ഒഴിവാക്കിയെടുക്കുക തന്നെയാണ് വേണ്ടത്. ജനകീയ സമരങ്ങളെ ജനകീയമായി തന്നെ അവതരിപ്പിക്കാനും ആണ് സംസ്ഥാനങ്ങളുമായി നിങ്ങളുടെ കൃത്യം ഭരണ വ്യവസ്ഥകൾ സൂചിപ്പിച്ചു. അല്ലെങ്കിൽ നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളുടെ അസന്റ് എടുക്കേണ്ടതാണ്. സംസ്ഥാനങ്ങൾ അംഗീകരിച്ച കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാൻ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? കേൾക്കാൻ ബ്രേക്ക് ആവുന്നുണ്ട്. ശബ്ദം ക്ലിയർ അല്ല. സൂർ സാർ പറയുന്നത് കേൾക്കുന്നില്ല നിന്നും തോന്നുന്നു. മറുപടി പറയാം. സൂർ സാർ പറയുന്നത് കേൾക്കുന്നില്ല. അതെ, ഞാൻ മറുപടി പറയാം. ഒന്ന്, 500 കർഷക സംഘടനകൾ ഒരുമിച്ച് ചേർന്നാണ് ഇന്നിപ്പോൾ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത്. പുതിയ സംഘടനകളും ഈ സമരത്തിൽ അണിചേരാനായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ ഈ സമരവും ഈ സമരരൂപവും നമ്മുടെ രാജ്യത്തിലെ കൃഷിക്കാർ ഒരുമിച്ച് ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ളതാണ്. വരുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന നിലയിൽ ഓരോ ദിവസവും ഈ കർഷക സംഘടനകളുടെ നേതാക്കന്മാർ ഡൽഹിയിൽ യോഗം ചേർന്നിട്ട് പരിപാടികൾ തയ്യാറാക്കുന്നുണ്ട്. ആ നിലയിൽ എങ്ങനെയായിരിക്കും നാളത്തെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും കർഷക സംഘടനകൾ ഒരുമിച്ചിരുന്ന് ഏത് തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കും. ഇപ്പൊ നാളെ ഈ തരത്തിൽ വരാനിടയുണ്ട്, മറ്റൊരു തരത്തിൽ വരാനിടയുണ്ട്. വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ, വരുന്ന പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കരുത്ത് നമ്മുടെ രാജ്യത്തിലെ കൃഷിക്കാർക്കുണ്ട്, കർഷക സംഘടനകൾക്കുണ്ട്. ആ നിലയിലാണ് ഈ വലിയ സമരം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നത്. അവരിതിനെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. നമുക്ക് നോക്കാം. ചർച്ചയ്ക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാനുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഹലോ, ഇപ്പൊ തന്നെ അല്ല, ഇത് നേരത്തെ സുഹൃത്ത് ചോദിച്ചതിന്റെ ഇപ്പോ തന്നെ ഈ സമരം തുടങ്ങിയതിനു ശേഷം പുതിയ ചില മുദ്രാവാക്യങ്ങൾ കൂടി കർഷക സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അംബാനിയുടെയും അദാനിയുടെയും അതുപോലുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവണം എന്ന തരത്തിൽ. ആ നിലയിൽ വരുംകാല ദിവസങ്ങളിൽ ഈ സമരം കുറെക്കൂടി ശക്തിപ്പെടുത്താനും വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം കൃഷിക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. കൃഷിക്കാർ രൂപം കൊടുത്തതാണ് ഈ സമരം. ആ നിലയിൽ കൃഷിക്കാരും കർഷക സംഘടനകളും വരുന്ന സാഹചര്യങ്ങളെ നേരിടാൻ ആവശ്യമായ കരുത്തുള്ളവരാണ്. ആ കരുത്തിന്റെ വിശ്വാസം അർപ്പിക്കാൻ മാത്രമാണ് നമുക്കിന്ന് കഴിയുക. സർ, എനിക്കൊരു സംശയം ഉന്നയിക്കാനുള്ളത്, ഇപ്പൊ കർഷകരുടെ ഈ സമരം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ മാണ്ടികളുടെ കാര്യക്ഷമത സംബന്ധിച്ച ഒരു ചർച്ച കൂടി ഉയരുന്നുണ്ട്. മാണ്ടികൾ ഇന്ത്യയിൽ മാണ്ടികളുടെ എണ്ണം കർഷകർക്ക് ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്നും പ്രാദേശികമായി ഭൂരിപക്ഷം സ്ഥലങ്ങളിലും കർഷകർ മാണ്ടികളെ ഉപയോഗിക്കുന്നില്ല, അതിനു പകരം പ്രാദേശിക വ്യാപാരികളെയാണ് സമീപിക്കുന്നതെന്നുള്ളൂ. അതിനേക്കാൾ മെച്ചപ്പെട്ട വില ഈ പറഞ്ഞ കോർപ്പറേറ്റുകൾ വന്നാൽ
ലഭിക്കും എന്ന നിലയിലാണ് ഈ ക്യാമ്പയിൻ. സ്വാഭാവികമായിട്ടും ഈ മാണ്ടികൾ ഉൾപ്പെടെയുള്ളതിനെ ശക്തിപ്പെടുത്താനുള്ള അത്തരത്തിലുള്ള ഒരു മൂർത്തമായ നിർദ്ദേശങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണ്ടേ. അതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ കാർഷിക മേഖലയിൽ ഇത്രയധികം സമരം ഉയർന്നു വന്നിട്ടും ഇതേപോലെ തന്നെ ഇതിനേക്കാൾ ഗൗരവമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നിയമനിർമ്മാണം തൊഴിലാളി മേഖലയിൽ പ്രത്യേകിച്ചും കൂടുതൽ സംഘടിതമായി നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സംഘടിതരായ വ്യവസായ മേഖലയിലുള്ള തൊഴിൽ രംഗത്ത് നടന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളെ നമുക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇതേപോലെ തന്നെ ഒരു ശക്തമായ സമരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉള്ള ഒരു അവസ്ഥയിൽ അതുകൂടെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാവുന്നതല്ലേ എന്നുള്ളതാണ്. ഇതിപ്പോ ഇപ്പോഴത്തെ ഈ സമരം ഈ ഗവൺമെന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളും കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ കൊണ്ടുവന്ന 3 നിയമങ്ങളാണ്. ഈ നിയമങ്ങളെക്കെതിരായിട്ടാണ് ഈ സമരം വളർന്നു വന്നിരിക്കുന്നത്. ഈ നിയമങ്ങൾ പിൻവലിക്കണം എന്നതാണ് കൃഷിക്കാരന്റെ ആവശ്യം. അത് എല്ലാ കാർഷിക പ്രശ്നങ്ങൾക്കും അതുകൊണ്ട് പരിഹാരം കാണാനാവുമെന്നും നമ്മളാരും കരുതുന്നില്ല. ഈ 3 ആപത്തുകളിൽ നിന്ന് കൃഷിക്കാരെ അടിയന്തരമായി രക്ഷിച്ചെങ്കിൽ മാത്രമേ മറ്റ് സംരക്ഷാ നടപടികൾ നമ്മുടെ രാജ്യത്ത് നമുക്ക് സ്വീകരിക്കാനാവും. ഈ താങ്ങുവില സമ്പ്രദായത്തിൽ തന്നെ ഒട്ടേറെ അപൂർണതകളും അപര്യാപ്തതകളുമുണ്ട്. പ്രൊക്വയർമെന്റ് സെന്റേഴ്സ് സംബന്ധിച്ചുള്ള ഒട്ടേറെ അപൂർണതകളും അപര്യാപ്തതകളുമുണ്ട്. അതുപോലെ ഈ APMC കൃഷിക്കാരന്റെ കമ്മിറ്റികൾ സംബന്ധിച്ചും മണ്ടികൾ സംബന്ധിച്ചും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ ഇത് 3ഉം പിൻവലിച്ചു കഴിയാതെ നമുക്ക് ആ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്കാവില്ല. അതുകൊണ്ട് അടിയന്തര പ്രശ്നം ഈ 3 നിയമങ്ങളും പിൻവലിക്കലാണ്. പിൻവലിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ മറ്റതിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ രാജ്യത്തുണ്ടാവും എന്നതാണ്. അതുകൊണ്ട് ഇത് 3ഉം പിൻവലിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള എല്ലാ വിഷയങ്ങൾ സംബന്ധിച്ചും ചർച്ച ചെയ്യേണ്ടതാണ്. അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിൽ എത്തിച്ചേരേണ്ടതാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 4 കോഡുകൾ കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന സംഘടനാ സ്വാതന്ത്ര്യവും വിലപേശാനുള്ള അവകാശവും ഇന്നിപ്പോ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെതിരായി നമ്മുടെ രാജ്യത്തിലെ എല്ലാ തൊഴിലാളി സംഘടനകളും ഈ ഭരണത്തിൽ ഇരിക്കുന്ന കക്ഷിയുമായി ബന്ധമുള്ള സംഘടനയൊഴിച്ചുള്ള മറ്റെല്ലാ സംഘടനകളും, 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ, അതുപോലെ ഫെഡറേഷനുകൾ, മറ്റ് ഇടത്തരം ജീവനക്കാരുടെ സംഘടനകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വലിയ സമരം നമ്മുടെ രാജ്യത്ത് നടത്തി. ഈ കഴിഞ്ഞ 26-ാം തീയതിയിലെ പണിമുടക്ക് അത്തരം ഒരു വലിയ സമരമാണ്. അത്തരം സമരം ഇനിയും തുടർന്ന് നടത്തുന്നതിനെ സംബന്ധിച്ച് അവരാലോചിക്കുന്നുണ്ട്. ആ നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. തൊഴിലാളികളും ജീവനക്കാരും ഈ അവരുടെ അവകാശം സംരക്ഷിക്കാൻ ആവശ്യമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരില് വലിയ രൂപത്തിലേക്ക് ഒരു സമ്മർദ്ദം ഇതിനകത്തേക്ക് അവർക്ക് ഈ നിയമം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കണമെങ്കിൽ അതിന് അനുസരിച്ച് ഉള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും വിവിധ ബീഹാറിലെ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ BJPക്കും NDA കക്ഷികൾക്കും ഒക്കെ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ സമരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും വീണ്ടും അവർക്കൊരു അനുകൂല തീരുമാനം ഉണ്ടാകുന്ന രൂപത്തിലേക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു അനുകൂല തീരുമാനം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് ഒന്ന് ഏത് രൂപത്തിലേക്കാണ് അങ്ങ് അത് വിശകലനം ചെയ്തിട്ടുള്ളത്? ഇന്നിപ്പോ ബീഹാറിലൊക്കെ ജനങ്ങളുടെ ശക്തിപ്പെടുന്നുണ്ട്, ജനങ്ങളുടെ ചേരി ശക്തിപ്പെടുന്നുണ്ട്. ഇപ്പൊ ബീഹാറിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു തിരിച്ചുവരവിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. നമ്മൾ ആശിച്ചതുപോലെ എല്ലാം നേടാനാവില്ല. ഇന്നിപ്പോ ഈ നടക്കുന്ന സമരം തന്നെ ഒരു വലിയ മാറ്റമാണ് നമ്മുടെ രാജ്യത്ത് വരുന്നത്. എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് അണിനിരന്നിരിക്കുന്നു. എല്ലാ വിഭാഗം കൃഷിക്കാരും രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് അണിനിരന്നിരിക്കുകയാണ്.
അതൊരു പുതിയ മാറ്റത്തിന്റെ തുടക്കം കുറിക്കും. രാഷ്ട്രീയ മാറ്റം എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് തുടർച്ചയായ ഒരു പ്രക്രിയയുടെ ഭാഗമായി സംഭവിക്കേണ്ടതാണ്. ഈ ഗവൺമെന്റും ഈ ഗവൺമെന്റിന്റെ നയസമീപനങ്ങളും അപകടകരമാണ് എന്ന ബോധം കൂടുതൽ കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യയിലാകെ ആ ഒരു വികാരം വളർന്ന് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതാണ് ഈ സമരത്തിൽ നമുക്ക് പ്രകടമാവുന്നത്. തൊഴിലാളികളുടെ സമരത്തിലും അത് പ്രകടമായിരുന്നു. അത് കൂടുതൽ ശക്തിപ്പെട്ടു വരുമ്പോഴാണ് രാഷ്ട്രീയമായി ഇത് കുറച്ചുകൂടി ഒരു വ്യക്തമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രീകൃതമാവുന്നത്. ഇന്നിപ്പോ ഒരു വലിയ ശക്തിയായ ഒരു വലിയ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ശക്തിപ്പെടട്ടെ. അതുമാത്രമല്ല, ഇന്നിപ്പോ ഈ ഭരണവർഗങ്ങളിലെ ഒരു വൈരുദ്ധ്യവും നമുക്ക് പ്രകടമാവുന്നുണ്ട്. ഭരണവർഗങ്ങളിലെ കോർപ്പറേറ്റുകളും കോർപ്പറേറ്റുകൾക്ക് എതിരായി ഭരണവർഗങ്ങളിൽ തന്നെയുള്ള ഇത് ലാൻഡ് ലോഡ് സെക്ഷൻസ് ഉണ്ട്, അതുപോലെ വൻകിട കൃഷിക്കാരുണ്ട്, ധനിക കൃഷിക്കാരുണ്ട്. ഇവരുടെ എല്ലാം ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ആയിരുന്നു ഈ ഭരണം എന്നത്. കോർപ്പറേറ്റുകളും വൻകിട മുതലാളി വിഭാഗവും വൻകിട കൃഷിക്കാരും അതുപോലെ ലാൻഡ് ലോഡ്സും ഒക്കെയുള്ള ഒരു സംയുക്തമായ ഒരു യുണൈറ്റഡ് ഫ്രണ്ടിന്റെ ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത്. ആ ഭരണവർഗ ഐക്യമുന്നണിയിൽ വൈരുദ്ധ്യങ്ങൾ വളർന്നു വരുന്നതും ഈ സമരം പ്രകടമാക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ വളർന്നു വരുന്നു എന്നുള്ളത് വരുംകാല ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാനാവൂ. ഏതായാലും ഇതൊരു നല്ല തുടക്കമാണ് നാം കാണുന്നത്. കാർഷിക മേഖലയിലും അതുപോലെ തൊഴിൽ മേഖലയിലും വരുന്ന ഈ പുതിയ സമരങ്ങൾ, ഈ പുതിയ യോജിപ്പ് അത് കൂടുതൽ ശക്തിപ്പെടും വരുംകാല ദിവസങ്ങളിൽ. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ ഏറിപ്പോയാൽ വളരെ ഹ്രസ്വമായി ചോദിക്കാം. ഇല്ല എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നമ്മുടെ ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. SRP ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറെക്കാലമായി, പ്രത്യേകിച്ച് 90-കൾക്ക് ശേഷം ഇന്ത്യയുടെ കാർഷിക രംഗത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമായി ഘനീഭവിച്ചു വന്നിട്ടുള്ള ഒരു പ്രതിസന്ധി, അത് വലിയ തോതിൽ ഒരു പ്രക്ഷോഭത്തിന്റെ രൂപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യമാസകലം അതിന്റെ അലവലികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ നട്ടെല്ലെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ചെറുകിട നാമമാത്ര കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാകേണ്ടുന്ന ഒരു ഗവൺമെന്റ് അതിൽ നിന്ന് വ്യതിചലിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാണിത്. മാത്രമല്ല, ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മൂർത്തമായിട്ടുള്ള യാതൊരു പരിപാടിയും മുന്നോട്ട് വെക്കാതെയാണ് കാര്യങ്ങൾ കുറച്ചു കാലങ്ങളായി നടന്നു പോകുന്നത് എന്നുള്ളതും നമുക്കറിയാം. മറ്റെല്ലാ രാജ്യങ്ങളിലും ഭക്ഷ്യ ഉത്പാദന വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിന് വലിയ തോതിലുള്ള ഗവൺമെന്റിന്റെ സഹായം നമുക്ക് കാണാവുന്നതാണ്, മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും. പക്ഷെ ഇന്ത്യയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നയസമീപനങ്ങളാണ് കാണുന്നതും അതുപോലെ നടപ്പാക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇത് അത്യന്തം ശക്തമായ തോതിൽ വളർത്തേണ്ട ഒരു പ്രക്ഷോഭമാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന കർഷക സംഘടനകൾ, അതിനോടൊപ്പമുള്ള ഇടതുപക്ഷ സംഘടനകൾ, രാജ്യമാസകലം വ്യാപിച്ചു വരുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഒരു സ്വഭാവം, അത് മറ്റ് ദിശകളിലേക്ക് പടരുന്നതിന്റെ വേഗത, ഇവയൊക്കെ വരുംകാലങ്ങളിൽ നമുക്ക് കൂടുതൽ ബോധ്യമാവും. ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ ചർച്ച സംഘടിപ്പിക്കുകയും അതുപോലെ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കാണത്തക്ക രീതിയിൽ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്ന ചിന്താ പബ്ലിഷേഴ്സിന് തികച്ചും അഭിനന്ദനം അർഹിക്കുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന് നന്ദി പറയുന്നതിന് വേണ്ടി സദാവ് ശിവകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഏറ്റവും സവിശേഷമായ കേൾക്കുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തിരിക്കുക. കേൾക്കാമോ? കേൾക്കാം. ഈ സവിശേഷ സാഹചര്യത്തിൽ ഇന്ത്യയിൽ
വളർന്നു വന്ന ഈ കാർഷിക പ്രക്ഷോഭത്തിന്റെ വളരെ കാതലായ പ്രശ്നങ്ങൾ, ഡിമാൻഡുകൾ ഇവിടെ വളരെ സവിസ്തരം വിശദമാക്കുകയും ഈ സൂമിൽ ഉണ്ടായിരുന്ന ഉന്നയിച്ച ചോദ്യങ്ങളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്തുകൊണ്ട് SRP നമുക്ക് വളരെ ഒരു വ്യക്തത ഈ പ്രക്ഷോഭത്തിനും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കും സംബന്ധിച്ച് നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് വ്യക്തത ഉണ്ടാകുക എന്നതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ കാർഷിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പ്രക്ഷോഭമല്ല ഇത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയെയും സംസ്ഥാനത്തിന്റെ ഫെഡറൽ തത്വങ്ങളെയും എല്ലാം ലംഘിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തി പകരാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാകെ അണിനിരക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതും ഈ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന നിലയിൽ ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാന്യായ SRPA ചിന്ത പബ്ലിഷേഴ്സിന് വേണ്ടിയും ഈ പ്രഭാഷണം ശ്രവിച്ചിട്ടുള്ള മുഴുവൻ പേർക്ക് വേണ്ടിയും ഹാർദമായി നന്ദി അറിയിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു.